ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയൊരു പച്ചടിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ലൈക്ക് കണ്ടു കഴിഞ്ഞാൽ തന്നെ മറ്റുള്ളവർക്കൊക്കെ അതൊരു പ്രചോദനമാവും. അപ്പോൾ ആ ഒരു ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ കൂടെ തന്നെ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വളരെ ഈസിയായി തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുക ഈ ഒരു പൈനാപ്പിൾ പച്ചടി എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കുന്നത് നോക്കാം. ഇനി പൈനാപ്പിൾ പച്ചടി എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ പൈനാപ്പിളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഈ ഒരു വലുപ്പത്തിലാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. ഒരുപാടങ്ങ് വലിയ പീസായിട്ടും അരിഞ്ഞെടുക്കേണ്ട, ഒരല്പം ചെറുതായിട്ട് അരിഞ്ഞെടുക്കേണ്ട, ഒരു മീഡിയം സൈസ് വലുപ്പത്തിൽ വേണം ഈ ഒരു പൈനാപ്പിൾ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു 250 ഗ്രാമോളം പൈനാപ്പിളാണ്. അപ്പോൾ അത് അടുപ്പിൽ ഞാൻ അപ്പോഴേക്കും ഒരു മൺചട്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അരിഞ്ഞു വെച്ച പൈനാപ്പിൾ ഈ ഒരു മൺചട്ടിയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേ സെയിം അളവിൽ തന്നെ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടുന്നത് വെച്ചാൽ ഒരു ടേബിൾ സ്പൂണോളം വെല്ലം, അതായത് ശർക്കരയാണ് ഞാൻ ചേർത്ത് കൊടുത്തുള്ളത്. നിങ്ങൾക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നതാണെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പക്ഷേ ശർക്കര ചേർത്ത് കഴിഞ്ഞാലാണ് ഇതിന് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് അളവിൽ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഈ ഒരു പൈനാപ്പിൾ ഒന്ന് കുക്കാവുമ്പോഴേക്കും അതിൻ്റെ മറ്റുള്ള ചേരുവകളൊക്കെ ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കപ്പ് അളവിൽ ഞാൻ ചിരവിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 4 പച്ചമുളക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എരിവ് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവൊക്കെ കൂട്ടിക്കൊടുക്കാം. ഇനി ഇതൊരു 2 പിഞ്ച് അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേ സെയിം അളവിൽ 2 പിഞ്ച് അളവിൽ ചെറിയ ജീരകം, അതായത് നല്ല ജീരകം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ നല്ല സ്മൂത്തായിട്ട് തന്നെ ഇതിനൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഈ ഒരു തേങ്ങയുടെ അരപ്പ് നല്ല സ്മൂത്തായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി എടുത്തിട്ടുള്ളത് ഈ ഒരു മെഷർമെൻറ്റ് കപ്പ് അളവിൽ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ തൈര് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അധികം പുളിപ്പില്ലാത്ത തൈരുമാണ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ഒരു തൈരിനെ ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുക്കുക. നിങ്ങളൊരു സ്പൂൺ കൊണ്ടോ വിസ്ക് കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും ഉടച്ചു കൊടുക്കുക. പക്ഷേ ഞാൻ ഈ ഒരു രീതിയിൽ, അതായത് മന്ത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ ഒരു തൈരൊന്ന് ഉടച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഈ ഒരു തൈരിനൊന്ന് ഉടച്ചെടുക്കണം. കാരണം പുളിപ്പില്ലാത്ത തൈര് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് പൈനാപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പച്ചടി തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ പൈനാപ്പിളിൽ അല്പം പുളിപ്പുള്ളത് കൊണ്ട് തന്നെ തൈരിൻ്റെ പുളിപ്പൊന്ന് കുറക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പുളിപ്പില്ലാത്ത തൈരൊന്ന് എടുക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ ഞാൻ ഈ ഒരു തൈരൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നേരത്തെ തന്നെ കുക്ക് ചെയ്യാൻ വെച്ച പൈനാപ്പിൾ ഒന്ന് നല്ല രീതിയിൽ തന്നെ കുക്കായിട്ടുണ്ട്. അതിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 20 മിനിറ്റോളാണ് ഞാൻ ഈ ഒരു പൈനാപ്പിൾ ഒന്ന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നേരത്തെ ഞങ്ങൾ അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പില്ലേ, അത് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തേങ്ങയുടെ അരപ്പൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സിയുടെ ജാറിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. ആ വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. എന്നിട്ട് ഇതിനെ ഒന്ന് ആ ഒരു തേങ്ങയുടെ ആ പച്ചമണം ഒന്ന് മാറിക്കിട്ടിട്ട് ഈ ഒരു തിള വരുമ്പോഴേക്കും ഞങ്ങൾക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നീട് ഇതൊന്ന് നന്നായിട്ട് തണിഞ്ഞ് ഇതിൻ്റെ ആ ചൂടൊക്കെ ഒന്ന് മാറിക്കിട്ടതിന് ശേഷം നേരത്തെ ഉടച്ച് വെച്ച് തൈര് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മൺചട്ടിയിലായതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവില്ല ചട്ടിക്ക്. അപ്പോൾ ആ ചട്ടിയുടെ ആ ഒരു ചൂട് മാത്രം മതി. തേങ്ങയുടെ അരപ്പൊക്കെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം മാത്രമാണ് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് ഒഴിച്ചതിന് ശേഷം ഒന്ന് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പൈനാപ്പിളിൻ്റെ പച്ചടി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടില്ലേ? അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനൊന്ന് താളിച്ചൊഴിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പ്
അടുപ്പിലൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിതാ 2-3 വറ്റൽമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 4 വറ്റൽമുളകാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചൂടൊക്കെ ആറിയതിന് ശേഷം, അതായത് ഈ ഒരു താളിപ്പില്ലേ, ഇതെന്തൊരു ചൂടൊക്കെ ഒന്ന് ആറിയതിന് ശേഷം മാത്രം പൈനാപ്പിൾ പച്ചടിയിലേക്ക് ഈ ഒരു താളിപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കേണ്ട. 1-2 സെക്കൻഡ് കഴിഞ്ഞാൽ മാത്രം ഒന്ന് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഈ ഒരു സമയത്ത് ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ മാത്രം ചെയ്ത് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില കൂടി ഉണ്ടെങ്കിൽ ഇതിന് നല്ലൊരു ഫ്ലേവർ തന്നെയാണ് ഉണ്ടാകാൻ. അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഈ ഒരു പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.